ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിട്ടിരിക്കുന്നു വിശ്വസിച്ചു. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലയ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ സൈബർ ഇടങ്ങളിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ മോശമായിട്ട് വരുന്നുള്ള കുറച്ച് പെയ്ഡ് കമന്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഒരു പ്രൊഫൈലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻബോക്സ് നോക്കുന്ന സമയത്ത്, മെസ്സേജ് റിക്വസ്റ്റുകൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തി, യദു എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്റെ മെസ്സേജ് ഒന്ന് നോക്കണം, ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ വെക്കാം, അതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് വല്ല മിസ്റ്റേക്കും പറ്റിയോ, ഇനിയിപ്പം ഈ പറയുന്ന ലയ എന്ന് പറയുന്ന കുട്ടീന്റെ ഭാഗം മാത്രം കേട്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ലേ, ഇവർക്ക് മുൻപരിചയം ഉണ്ടാകുമോ, എന്തൊക്കെയോ തോട്ട്സ് എന്റെ മൈൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എന്താണ്, യെസ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കുറച്ച്, ഈ പറയുന്ന യദു എന്ന് പറയുന്ന ആള് കുറച്ച് വോയിസ് അയച്ചിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റ് എങ്ങനെ ആ വോയിസ് വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ. എന്നിട്ട് നമുക്ക് ബാക്കി അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും നമുക്ക് രേഖപ്പെടുത്താം. ഓക്കെ, ഞാൻ ഇവളെ തെറി വിളിച്ചെന്നുള്ളത് ശരിയാണ്, സമ്മതിച്ചു. ബാക്കിയുള്ള ഫേക്ക് ഐ ഡിയെന്നും ബോട്ട് അതൊക്കെ മെസ്സേജ് അയക്കുന്നത് ഞാനല്ല, മെസ്സേജ് അയക്കുന്ന കമൻ്റ് ഇടുന്നതൊന്നും ഞാനല്ല. ഇവളീ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടുന്ന അതെല്ലാം ഞാനാണ്, അതൊന്നും ഞാനല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നീ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ. അവൾ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഇനി നാളെ എന്തോ എവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, കംപ്ലയിൻറ്റ് ചെയ്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എന്തിനാ തെറി വിളിച്ചെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു ഒരു ഇത് റിയാക്ട് ചെയ്തപ്പോൾ എൻ്റെ സൈഡിലും തെറ്റുണ്ടാകും, ഞാൻ സമ്മതിച്ചു. എൻ്റെ വീട്ടുകാരെ അതിനകത്തോട്ട് വലിച്ചടച്ചത് ഫസ്റ്റ് ഇവളാണ്. അപ്പം ഞാൻ സ്വാഭാവിക ഒരാൾ ആ തിരിച്ച് തെറി പറയുമല്ലോ, അതേപോലെ ഞാനും പറഞ്ഞുള്ളൂ. അതിന് ഒരാളെ ഭൂമിയോളം എത്ര താത്തി കൊണ്ടുവരേണ്ട കാര്യം എന്തോ. ഫസ്റ്റ് വീഡിയോയിൽ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേന് ഞാൻ ഇവളോട് ഞാൻ തെറി വിളിക്കുകയോ ബാക്കി എന്തെങ്കിലും ഞാൻ പറയുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ വീഡിയോ കൊള്ളാം, ഫോട്ടോസ് എല്ലാം കൊള്ളാമെന്നാണ് ഞാൻ പറഞ്ഞത്. എത്രത്തോളം ഇങ്ങനെ കൊണ്ടുപോകേണ്ട. ഇതിൻ്റെ പകുതി ആകുമ്പോഴത്തേന് എൻ്റെ വീട്ടുകാരെ വിളിക്കുന്ന തെറിയുണ്ട്. അപ്പം ഞാൻ റിയാക്ട് ചെയ്തു, ഞാൻ തെറി വിളിച്ചു. പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ തെറി വിളിച്ചത്. അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് ഞാൻ വിളിച്ചത് എൻ്റെ തെറ്റാണ്, സ്റ്റിക്കർ വിട്ടേക്കുന്നത് എൻ്റെ തെറ്റാണ്. അതിന് ഇത്രത്തോളം ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെപ്പോലത്തെ തന്തയില്ലാതെ പിഴച്ച് വെട്ടിയിട്ടൊന്നും എനിക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ നീ ഉണ്ടാക്കി കുറേ പോയിട്ട്. ഇപ്പം ഞാൻ ബോഡി ഷേമിങ് ചെയ്തെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇവളുടെ വീഡിയോസ് മൊത്തം ഒന്ന് കണ്ടു നോക്കുക, ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു നോക്കുക. അതിനകത്ത് ഇവള് വേറെ പെണ്ണുങ്ങളെ ഇവള് ബോഡി ഷേമിങ് ആയിട്ട് ചെയ്യുന്ന ഇതുണ്ട്, ആൺപിള്ളേരെയും ബോഡി ഷേമിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മാത്രമേ നിങ്ങളെല്ലാവരും കാണുന്നുള്ളൂ, ആ പൊക്കി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇവള് തിരിച്ചൊരു കമൻറ്റ്, ഒരു നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന അതെന്താരും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ എന്തുവാ ഇവളുമായിട്ട് അങ്ങനെ കമ്പനി ചാറ്റമൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നല്ല വീഡിയോയ്ക്കാണ് നല്ല കമൻറ്റ് ഇടും, അല്ലാത്ത ഇതിനാകുമ്പോൾ ജസ്റ്റ് ഫണ്ണെന്നുള്ള രീതി നമ്മൾ ഇടുമല്ലോ. എല്ലാവരും അങ്ങനെ കമൻറ്റ് ഇടുന്നതാണ്. ആ ഒരു ഇതിൽ മാത്രം ഞാൻ കമൻറ്റ് ഇട്ടേ. ഞാൻ സീക്രട്ട് ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളോട്. പിന്നെ ഞാൻ UK പറഞ്ഞാൽ എൻ്റെ പൊന്നേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഫെബ്രുവരി 3-ാം തീയതി നാട്ടിൽ വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒമാനിലായിരുന്നു, ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ ഫെബ്രുവരി 3-ാം തീയതിയാണ് നാട്ടിൽ വന്നത്. ഇത് ചുമ്മാ ഒന്നും എന്നോട് പോലും ചോദിക്കാതെ കൊണ്ട് ഒരേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വിടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടത്? നാട്ടിൽ എന്നെ കണ്ടവരപ്പം എന്നെപ്പറ്റി എന്താ വിചാരിക്കുന്നത്? ഞാൻ UK അതും 7-6 വർഷത്തെ വിസയാണ്. ശരിയാണ്, എൻ്റെ മിസ്റ്റേക്ക് ചേച്ചി, എൻ്റെ തെറ്റാണ്, ഞാൻ അതിനകത്ത് സോറി പറയാൻ ഞാൻ റെഡിയാണ്, കുഴപ്പമില്ല അന്നും പറഞ്ഞ്. ഇതിപ്പം ഒന്ന് നോക്ക്, പ്ലെയിൻ മാൻ റിയാക്ട് ചെയ്ത്, ചേച്ചി റിയാക്ട് ചെയ്ത്, വേറെ എന്നെ അറിയാത്ത ഇതെന്തുവാന്ന് പോലും അറിയാത്ത വേറെ ഒരു തീം കൂടെ, എന്ത് സ്ട്രോബെറിയോ പൈനാപ്പിളോ അതും എടുത്തിട്ട് ചെയ്തേക്കുന്നു. ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടേ? ഒന്ന് ചേച്ചിട്ട് വീഡിയോ ഒന്ന് റിമൂവ് ആക്കാനൊക്കെ. ചേച്ചി, വേറെ എത്ര പേരുണ്ട് ഞാനിട്ട കമൻറ്റ് മോശമാണെന്ന് പറഞ്ഞു വന്നവർ. ഞാൻ നല്ല വീഡിയോക്കെല്ലാം നല്ല കമൻറ്റ് തന്നെ ഞാൻ ഇടുന്നത്. എനിക്കങ്ങനെ ഈ കുട്ടിയോടോ പേഴ്സണലി ഒന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ലാത്ത.
അവളോട് തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ വിളിച്ചിട്ട് ഞാൻ മോശമായിട്ട് എപ്പോഴാണ് ഞാൻ സംസാരിച്ചതെന്ന്. എൻ്റെ അമ്മയെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ്റെ അമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും. അതേ ഞാനും പറഞ്ഞുള്ളൂ. ചേച്ചി അതേ ഞാനും ചെയ്തോളാം. എൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ ഞാനും വിളിച്ച് തെറി വിളിച്ച്, ഞാനും അത്രേ ചെയ്തുള്ളൂ. അതിന് ഇത്രത്തോളം ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അതും സമൂഹത്തിന് മുമ്പേ അത്ര മോശക്കാരനാക്കി. ഇതേണ്ട ഇതിനകത്ത് പറഞ്ഞേക്കുന്ന അമ്മയെപ്പോലും ഈ രീതിയിൽ കാണുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഫണ്ണായിട്ട് എടുത്തിട്ട് ഞാൻ കണ്ണടച്ച് വിട്ടു. അപ്പോഴും ഞാൻ പറയാൻ പറ്റില്ല. എല്ലാം എനിക്ക് വേറെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂവും കൂടെ നിന്ന സമയത്താണ് ഇവളെന്തോ പറഞ്ഞപ്പോഴത്തേനും ഇവളെ ചേച്ചിയോട് ഓപ്പണായിട്ട് ഞാൻ പറയാമല്ലോ, പുണ്ണച്ചി എന്ന് പറഞ്ഞ് ഞാൻ തെറി വിളിച്ചു. അതിൻ്റെ തെറ്റാ, അത് ഞാൻ അംഗീകരിക്കാം, എവിടെ ആണെങ്കിലും അംഗീകരിക്കാം. ബാക്കി വരുന്ന ഫേക്ക് ഐ ഡി വരുന്ന എന്തൊക്കെ കമൻ്റാണോ അതൊന്നും ഞാനല്ല. അത് ഇനി സൈബർ സെല്ലിൽ അവരന്വേഷിക്കുമല്ലോ, അതിനകത്ത് അവർ തെളിയിക്കട്ടെ. എൻ്റെ അക്കൗണ്ടാണെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കാം, എൻ്റെ അല്ല അത്. ഞാൻ ആർക്കും പൈസ ഇപ്പോഴും എൻ്റെ ഗൂഗിൾ പേ ബാലൻസ് 2 രൂപയുണ്ട്. ചേച്ചി 2 പേരുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലെന്ന് ചേച്ചിക്കും പറയാനൊക്കത്തില്ല. അത് പറഞ്ഞാൽ ആ വീഡിയോ ഒന്ന് റിമൂവ് ആക്കാവോ? ഓൾറെഡി ഇപ്പം എന്നെ ഇങ്ങനെ ഇതാക്കിയിട്ടേക്കോ, അതുകൊണ്ട് ചേച്ചി എൻ്റെ പൊന്നു ചേച്ചി, അപ്പുറത്തിരിക്കുന്നവനെ നോക്കുന്ന എന്തിനാ? അതുകൊണ്ടല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ ആ മേക്കപ്പ് ഇട്ടിരിക്കുന്ന അവൻ്റെ ഇവള് ക്യൂട്ട്നെസ് ഇട്ടേക്കുന്ന കണ്ടു നോക്ക്, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. സെയിമാ, ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇതേ പറയൂ. ഒന്ന് അവസ്ഥ മനസ്സിലാക്കി ചേച്ചി, എന്നിട്ട് പറ. ചേച്ചി ആരാ പറഞ്ഞത്? എന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത്. ആ വോയിസ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മേനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്യണ്ടേ? ഉണ്ടായിരിക്കണോ? കൃത്യമായിട്ട് യദുവിനോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിച്ചു, ഈ ലയ എന്ന് പറയുന്ന പെൺകുട്ടി യദുവിന്റെ വീഡിയോയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫോട്ടോയിൽ വന്നിട്ടാണോ ആദ്യം കമന്റ് ചെയ്തത്? ആ കമന്റിനുള്ള റിപ്ലൈ ആണോ യദു കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചു. അല്ല, ആള് ആളാണ്, ഇപ്പൊ യദു ആണ് ആദ്യം അങ്ങോട്ട് പോയിട്ട് കമന്റ് ഇട്ടത്. ആ ഒരു മീമ് പോലത്തെ ഒരു സാധനം ഇട്ടത് യദു ആണ്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്ന പോലത്തെ ഒരു സാധനം, അതായത് ഡ്രസ്സിനകത്ത് എന്താണെന്നുള്ള ഒരു സാധനം നോക്കുന്നത് ഇട്ടത്. അപ്പോൾ യദു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഡ്രസ്സ് നോക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എനിക്ക് ആകെ ആ മമ്മുവിന്റെ ഫേസ് കണ്ടപ്പോൾ ഈ പറഞ്ഞ ലയേന്റെ ഫേസ് പോലെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ മമ്മു മേക്കപ്പ് ഇട്ടതുപോലെ ലയയെ തോന്നി എന്നുള്ളതാണ്. അതൊരു ഫണ്ണാണെന്നാണ് യദു പറയുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് യദുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഫണ്ണല്ല, മനസ്സിലായില്ലേ? ഒരാൾ വന്നിരുന്ന് യദു പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും വേദനിക്കും. ഇങ്ങനെ കമന്റ് ഇടുന്നതിനും അമ്മയ്ക്ക് വിളിപ്പിക്കാണ്ടിരിക്കുന്നതിലാണ് കാര്യം. യദു വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും വിളിപ്പിക്കാതിരിക്കുന്നതിലാണ് കാര്യം, മനസ്സിലായില്ലേ? നീ അങ്ങനെ ഒരു കമന്റ് പോയി ഇട്ടത് കൊണ്ടാണ് ആ കുട്ടി പേഴ്സണലി മെസ്സേജ് വന്നിട്ട് എന്ത് പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പല തന്തൊക്കെ ഉണ്ടായ അതുകൊണ്ടാണ് ആണല്ലോ. നിനക്ക് ഒരു പരിചയമില്ലാത്ത, മുൻപരിചയം ഉണ്ടെങ്കിൽ പോലും ആ കുട്ടി കുറച്ച് ചബ്ബിയായിരിക്കുന്നു എന്ന് വെച്ചിട്ട് അവക്ക് മേക്കപ്പ് ഇടണ്ട, ആ കുട്ടിക്ക് ഒരുങ്ങി നടക്കണ്ട, റീൽസ് ചെയ്യണ്ട. അതൊക്കെ ആ കുട്ടിയുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. ഞാൻ യദുവിനോട് പറഞ്ഞിട്ടുണ്ട്, കാണാൻ താല്പര്യമില്ല, അത് യദു മാത്രമല്ല ഏതൊരാളാണെന്നുണ്ടെങ്കിലും കാണാൻ താല്പര്യമില്ല എന്നുള്ള പക്ഷം ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇൻസ്റ്റാഗ്രാം തരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലയേന്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വരില്ല. ഇപ്പൊ എന്റെ വീഡിയോ ആണ് എന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കുരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക, എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുക. അതല്ലാതെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് കമന്റ് ബോക്സ് ഓൺ ആണ് എന്ന് വെച്ച് അവരതും വന്ന് വിളിച്ചു പറയാനുള്ള റൈറ്റ്സ് ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്തയ്ക്ക് കിട്ടും, തള്ളയ്ക്ക് കിട്ടും, പെങ്ങക്ക് കിട്ടും, അളിയന് കിട്ടും, ആങ്ങളക്കെല്ലാം കിട്ടും. അത് കേൾക്കുക. എന്നിട്ട് ഇവൻ പറഞ്ഞു വേറെ കുറെ ആളിട്ടിട്ടുണ്ട്. അതങ്ങനെയാണ്, നമ്മൾ ലക്കിടിപ്പിലൊക്കെ നറുക്ക് വീഴുന്ന പോലെയാണ് ഇങ്ങനെ വീഴുന്നത്.
ഇപ്പൊ നീ ചിലപ്പം ആദ്യമായിട്ടിട്ട കമന്റ് ആയിരിക്കും, ഏതെങ്കിലും നീ ഇതുവരെ ഒരാൾക്കും കമന്റ് ഇടാത്ത ഒരാളായിരിക്കും, ആദ്യമായിട്ട് ലൈഫിൽ ഇട്ടൊരു കമന്റ് ആയിരിക്കും അത്, അതിനാണ് ബമ്പർ അടിച്ചത്. അതിന് ഞാൻ യദുവിനോട് ചോദിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, തെറ്റെനിക്ക് മനസ്സിലായി. എപ്പോഴാണ് തെറ്റ് മനസ്സിലായത് യദുവിന്? ഇത്രയും ഈ സാധനം പബ്ലിക് ആയപ്പോൾ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ, 2-3 ആൾക്കാർ എനിക്ക് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയച്ചപ്പോൾ യദുവിന് എന്ത് മനസ്സിലായി? ചെയ്ത് തെറ്റാണ് എന്നുള്ളത്. ഇങ്ങനെ ചെയ്യേണ്ടി വന്നു നിനക്ക് ആ തെറ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോഷ്യൽ ഇടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 2 വശങ്ങളുണ്ട്. കമന്റ് ഇടുമ്പോ നല്ല രസം ഉണ്ടായിരുന്നില്ലേ യദുവിന്? അല്ലെങ്കിൽ യദു കമന്റ് ഇടുമ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ലയനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയൊക്കെ ആൾക്കാർ വരും, ഇങ്ങനെ എന്റെ ഫോട്ടോസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പബ്ലിക് ആവും, ഞാൻ ഭയങ്കര ഫേമസ് ആവും എന്നൊക്കെ യദു വിചാരിച്ചിരുന്നോ? ഇല്ലല്ലോ. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതല്ലേ? അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് യദുവിന്റെ ഭാഗം. യദുവിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ദൈവമേ, ഇനിയിപ്പോ യദുവിന്റെ ഭാഗം എന്തായാലും ഞാൻ ഇടണമല്ലോ, എന്നോട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇടണമല്ലോ. ഞാൻ എല്ലാവരുടെ മുന്നിലും എന്തുകൊണ്ട് പിന്നെ പാട്ട പോയി ചോദിച്ചില്ല എന്നുള്ളൊരു സാധനം വരുമോ എന്ന് പേടിച്ചാണ് ഞാൻ ഓരോ വോയിസും പ്ലേ ചെയ്തത്. എവിടെയും യദുവിനെ ന്യായീകരിക്കാൻ മാത്രമുള്ള ഒന്നും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. ലയ പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് തള്ളൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് യദുവാണ്. ആ കുട്ടിയുടെ വീഡിയോസ് ആയി എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് എന്തിനാണ് പോയിരുന്ന് കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നോക്കി അങ്ങ് പോയാൽ പോരെ. ഇതിലെനിക്ക് യദുവിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. യദു, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. എന്റെ അടുത്ത് പറയുന്നു, ചേച്ചി തന്നെ പറ, പിന്നെ ഇതിൽ 2 ഭാഗത്തും മിസ്റ്റേക്ക് ഇല്ല. എങ്ങനെയാണ് 2 ഭാഗത്തും മിസ്റ്റേക്ക് ആവുന്നത്? ആ കുട്ടി വീഡിയോ ഇട്ടതാണോ ആ കുട്ടിയുടെ തെറ്റ്? അല്ലെങ്കിൽ കുറച്ചൊരു ചബ്ബിയായിട്ട് ജനിച്ചു പോയതാണോ ആ കുട്ടിയുടെ തെറ്റ്? അങ്ങനെയുള്ളവർ മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? നിങ്ങൾ ഇങ്ങനെയുള്ള ഈ കമന്റോളികളെ പേടിച്ചിട്ടാണ് ഇപ്പോഴും പല ആൾക്കാരും അവരുടെ പാഷൻ അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ ഏരിയയിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ പോകുന്ന സമയത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആവുന്നത്. സീരിയസ്ലി. പിന്നെ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വീഡിയോയിനകത്തും ഒരുപാട് പെയ്ഡ് കമന്റ്സ് വന്നിട്ടുണ്ട്. സെയിം കോപ്പി പേസ്റ്റ് സെയിം സാധനം വന്നിട്ടുണ്ട്. പ്രൊഫൈലെല്ലാം ഞാൻ ചെക്ക് ചെയ്തു, പ്രൊഫൈലെല്ലാം ഞാൻ ചെക്ക് ചെയ്തു. എല്ലാം നോർത്ത് സൈഡുള്ള ഒരു ഹിന്ദിക്കാര്, ആസാം, ബംഗാൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രൊഫൈലുകളാണ്. മലയാളത്തിലാണ് വൃത്തികെട്ട കമന്റുകൾ വരുന്നത്, മലയാളത്തിലാണ്. ഓക്കെ, നമ്മുടെ ഓരോ പാർട്സും പ്രൈവറ്റ് പാർട്സും ഒക്കെ മലയാളത്തിലാണ് വരുന്നത്. ചിലപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കാം വരുന്നത്. എന്നിരുന്നാൽ പോലും അത്രയൊന്നും കഴിവ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് പിന്നെ കേരള പോലീസിനെ മെൻഷൻ ചെയ്തൊരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള സൈബർ ഡോമിന് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് എന്തൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോ ഇതുപോലുള്ള സൈബർ ക്രൈമുകളിലൊക്കെ ഇവരെ മെൻഷൻ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. ഇങ്ങനെയുള്ള നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ശമ്പളം വാങ്ങുന്നത്, നിങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഈ സൈബർ ഇടങ്ങളിൽ രക്ഷിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വരുന്നതിൽ ആ നാണക്കേട് കാരണം ആവാം മെൻഷൻ ഓഫ് ചെയ്ത് വെച്ചത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അവരെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി, അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വഴി പരിചയപ്പെട്ട് പ്രണയത്തിലായി അവസാനം ആത്മഹത്യയിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് ടീനേജേഴ്സ് കുട്ടികളുണ്ട്. 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു മക്കളടക്കം നമ്മൾ റീസെന്റ് കേട്ടൊരു കാര്യമാണ്. ഞാൻ കൊറിയനാണ്, ഞാൻ മറ്റതാണ്, ഞാൻ മാർസതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വരുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുണ്ടാവുമെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇതൊരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിസമാണിത്. ഇപ്പം ഇതിന്റെ ഒരു കളി ഇങ്ങനെയായിരിക്കും. ഇവർ ഗ്രൂപ്പിൽ പറയുന്നു, ഫസ്റ്റ് ഒരു ഇവരുടെ ആദ്യത്തെ ഇര ലയാണല്ലോ. അപ്പൊ ലയനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ഹെല്ലോ സ്പാർട്ട. അപ്പൊ നമ്മളെ വീഡിയോ ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇടുന്നു, ഒരു കമന്റ് അഡ്മിൻ കൊടുക്കുന്നു, 2-3 കമന്റ് അഡ്മിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ഇവരുടെ പ്രൊഫൈലിൽ നിന്നും വന്നു, ഇമാതിരിയുള്ള ഫേക്ക് പ്രൊഫൈലിൽ നിന്നും വന്ന് കമന്റ് ഇടുന്നു. കേരള പോലീസ് പ്ലീസ് നോട്ട് ദിസ്. ഇത് ദയവേത് നിങ്ങൾ നോട്ട് ചെയ്യുക, എല്ലാ പ്രൊഫൈലും പരിശോധിക്കുക. ഇതാരാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് ക്രൈം ഈ ടീം ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എന്റെ കമന്റ് ബോക്സിൽ വന്നപ്പോഴാണ് അതിന്റെ ഭീകരത ഞാൻ മനസ്സിലാക്കിയത്. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് തന്നെ ആവട്ടെ, യദു മോനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, യദു അല്ല, യദുവിനെ പോലെയുള്ള ഇതുപോലെ പലരുടെയും ആൾക്കാരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ലൈംഗികത തുപ്പുന്ന, ബോഡി ഷെയ്മിങ് തുപ്പുന്ന എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത്, എപ്പോഴാണ് ഇതുപോലെ നിങ്ങളുടെ നറുക്ക് വന്ന് വീഴുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അവസാനം വന്നിരുന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ എന്റെ ഭാഗത്ത് തെറ്റി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യാചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാണക്കേടാണ്.
ആ നാണക്കേടൊക്കെ എപ്പോൾ വിചാരിക്കണം എന്നറിയോ? കമന്റ് ഇടാൻ വേണ്ടി കൈ ഇങ്ങനെ ഒരു ത്വര വരില്ല നമുക്ക്. ഓക്കെ ഇതിടാം, ഇങ്ങനെ ഇടാം, അങ്ങനെ ആ ഒരു ത്വര ഉള്ളൊന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചർച്ച ചെയ്യും ഇങ്ങനെ. അത് ഭയങ്കര നാണക്കേടായിട്ട് മാറും. അവസാനം ഭയങ്കര മോശമായിരിക്കും. ഇപ്പൊ യദു പറയുന്നത് വെച്ചാൽ ഈ പെയ്ഡ് കമന്റ്സ് ഒന്നും ആളല്ല ഇട്ടത്, ആള് UK അല്ല, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അതൊക്കെ ഓക്കെ, ചിലപ്പം ഈ പെയ്ഡ് കമന്റ് ഇടുന്ന ടീമൊക്കെ വേറെ ആയിരിക്കും, യദു ആയിരിക്കില്ല, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. ഈ പെയ്ഡ് കമന്റ് ഇടുന്ന അതിലാരെങ്കിലും ഒരാളായിരിക്കാം UK യിലുള്ളത്, യദു ആയിരിക്കില്ല. അതൊക്കെ യദു പറയുന്നുണ്ട്, അതൊന്നും ഞാനല്ല എന്നുള്ളത്. എന്നിരുന്നാൽ പോലും അതൊക്കെ നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാലും യദു കമന്റ് ഇട്ടത് കൊണ്ടാണ് ആ കുട്ടി റിപ്ലൈ ചെയ്യുന്നത്. അത് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഇനിയെങ്കിലും സൈബർ ഇടങ്ങളിൽ ഇടപഴകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. യദു മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കുക. നറുക്ക് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും.